സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺലെസ്സിനെ പറ്റിയാണ്. അൺലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അല്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നമുക്കിതിന് പകരമായിട്ട് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നതാണ്. അതെന്താണ്? ഈഫ് നോട്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈഫ് നോട്ട് എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്നുള്ളതാണ്. അതൊരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അതായത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എന്നാന്നുള്ളതിൻ്റെ ഇതിൻ്റെ ചില എക്സാമ്പിൾ. ഹീ കാൺ ഹിയർ യു അൺലെസ് യു സ്പീക്ക് ലൗഡ്ലി എന്ന് പറഞ്ഞാൽ എന്നാ, അവന് നീ പറയുന്നത് കേൾക്കാൻ പറ്റില്ല എന്ത് ചെയ്തില്ലെങ്കിൽ, നീ ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു കണ്ടീഷനാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, എങ്ങനെ ചെയ്തില്ലെങ്കിൽ? യു സ്പീക്ക് ലൗഡ്ലി. അപ്പോഴെന്താണ്? അവന് നിന്നെ കേൾക്കാൻ പറ്റില്ല, നീ ഉറക്കെ സംസാരിച്ചില്ലെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അൺലെസ്. ഓക്കെ. ഇനിയിപ്പം പ്ലീസ് ഡോണ്ട് ടെൽ മൈ ഫാദർ. എന്താണ്? എൻ്റെ അപ്പനോട് ഇത് പറയരുത്. എപ്പോഴും? അൺലെസ് ഹി ആസ്ക് യു. അദ്ദേഹം നിന്നോട് ചോദിച്ചില്ലെങ്കിൽ നീ പറയരുത്. അപ്പോഴെന്തോ ഒരു കള്ളത്തരം കാണിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്ലീസ് ഡോണ്ട് ടെൽ മൈ ഫാദർ അൺലെസ് ഹി ആസ്ക് യു. ഓക്കെ. ഈ ആസ്ക് യു എന്നുള്ള ASKS ആസ്ക് യു. ഓക്കെ. ഇനിയിപ്പോൾ അൺലെസ് മൈ വൈഫ് ഇൻസിസ്റ്റ് മീ ഐ ഡോണ്ട് വാച്ച് മൂവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഭാര്യ എന്നെ നിർബന്ധിച്ചില്ലെങ്കിൽ, ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക എന്നാണ് അർത്ഥം. അൺലെസ് മൈ വൈഫ് ഇൻസിസ്റ്റ് മീ, എന്നെ നിർബന്ധിച്ചില്ല എങ്കിൽ ഐ ഡോണ്ട് വാച്ച് മൂവീസ്. അപ്പോൾ ഒരു കണ്ടീഷൻ അല്ലേ? അപ്പോൾ ഞാൻ എപ്പോഴാണ് മൂവി കാണുന്നത്? അപ്പോൾ എൻ്റെ ഭാര്യ നിർബന്ധിക്കുമാണ്. അതല്ലെങ്കിൽ എന്താണ്? എൻ്റെ ഭാര്യ നിർബന്ധിച്ചില്ലെങ്കിൽ ഞാൻ സിനിമ കാണാറില്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് പാസ് ദി എക്സാം. അപ്പോൾ നീ നന്നായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ നീ എക്സാം പാസ്സാകത്തില്ല. അപ്പോൾ നീ എക്സാം പാസ്സാകത്തില്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ നീ വർക്ക് ചെയ്തില്ലെങ്കിൽ നീ എക്സാം പാസ്സാകത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? അപ്പോഴേ മറ്റൊന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, ഈഫ് നോട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഈ അൺലെസ് ആണ്. പക്ഷേ ഈഫ് നോട്ട് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് എന്താണ്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വളരെ നല്ലൊരു ഭാഷയാണ്. നമുക്ക് ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈഫ് നോട്ട് ആണെങ്കിലും സെയിം മീനിങ് തന്നെയാണ്. ഇഫ് ഷീ ഡസൻറ്റ് ഇൻസിസ്റ്റ് മീ, അല്ലെങ്കിൽ ഇഫ് ഷീ ഡസ് നോട്ട്, ഇഫ് നോട്ട് എന്നുള്ള, അപ്പോൾ ഇഫ് ഷീ ഡസ് നോട്ട് ഇൻസിസ്റ്റ് മീ, അവൾ എന്നെ ഇൻസിസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഐ ഡോണ്ട് വാച്ച് മൂവീസ് എന്നാണ് പറയുന്നത്. അതായത് അവൾ എന്നെ നിർബന്ധിച്ചില്ല എങ്കിൽ ഐ ഡോണ്ട് വാച്ച് മൂവി. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഷീ വന്നപ്പോഴും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മളിത് പറയുന്നത് സാധാരണ. അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ എസ് അവിടെ ഇൻസിസ്റ്റ് എന്നുള്ളതാണ് വന്നത്. അപ്പോൾ ആ എസ് മാറിയിട്ട് ഡസ് നോട്ടായി മാറി, ഡസ്സായി മാറി, അതിൻ്റെ അകത്ത് നോട്ട് ചേർത്തു. അപ്പോൾ ഡസ് നോട്ടായി. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് മുമ്പുള്ള സെക്ഷനുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറകിലേക്ക് പോവുക. താഴെ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പരിശോധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ നിർദ്ദേശിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണ്? ഇഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഓക്കെ. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.